ഗൈസ്, വെൽക്കം ബാക്ക് ടു സോ ഇനി ഞാൻ വന്നിട്ടുള്ള ഒരു ബീഫ് കറി ആയിട്ടാണ് ഗൈസ്. ഫസ്റ്റ് തന്നെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ വഴറ്റിയെടുക്കുന്നുണ്ട്, കാണാൻ മനസ്സിലാവും തോന്നുന്നു. അപ്പോൾ അതൊക്കെ നല്ലോണം ഇങ്ങനെ വറുത്തെടുത്തിട്ട് നമ്മൾ അത് മിക്സ് ചെയ്തിട്ട് അടിച്ചിട്ട് പൊടി ആക്കിയിട്ട് എടുക്കും. അതെന്നിട്ട് മാറ്റി വെക്കും. എന്നിട്ട് നമ്മളൊരു പാൻ എടുത്തിട്ട് അത് ചൂടാകുമ്പോൾ നമ്മൾ അതിലോട്ടേക്ക് ഈ കാണുന്ന സാധനങ്ങളൊക്കെ ഇടും ഗൈസ്. ഫസ്റ്റ് നമ്മൾ എണ്ണ വയ്ക്കും, എന്നിട്ട് കുറച്ച് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കും. ഇത് ഫസ്റ്റ് നമ്മളിട്ടത് ഉലുവയാണ്. എന്നിട്ട് നമ്മളെ ബേ ലീഫും പിന്നെ ഏലക്കാവും പട്ട ഗ്രാമ്പും ഒക്കെ ഇട്ട് കൊടുക്കണം. കുരുമുളക് എന്തോ ഇട്ട് കൊടുക്കുന്നുണ്ട് ഗൈസ്. പിന്നെ നമ്മൾ കറിച്ചപ്പിലും ഉള്ളി ഇട്ടിട്ട് ഉള്ളി ഇങ്ങനെ വഴണ്ടി വരുമ്പോൾ നമ്മൾ ഇതിലോട്ടേക്ക് തക്കാളി, പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ ഇട്ടിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് കറിച്ചപ്പിലും കൂടി അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ മീറ്റ് മസാല ഇട്ടിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഇതിലോട്ടേക്ക് ഇടാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്ക്. അടുത്ത നമ്മൾ ഇതിനെ ഒന്നും കൂടി നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലോട്ടേക്ക് ബീഫ് ഇട്ട് കൊടുക്കാൻ ഗൈസ്. ബീഫ് അപ്പോൾ നമ്മൾ ബീഫ് ഇട്ട് കൊടുത്തതിന് ശേഷം പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മൾ കുറച്ച് 2 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമ്മൾ മൂടി വയ്ക്കാം ഗൈസ്. നമ്മളൊരു ചട്ടി എടുത്തിട്ട് അതിലോട്ടേക്ക് എണ്ണയും നെയ്യും പിന്നെ നമ്മളുടെ കുറച്ച് സ്പൈസസും ഒക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലോട്ടേക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ ഉള്ളി ഒരു ബ്രൗൺ കളറായി വരുന്ന ടൈമോളം ഇതിനെ മിക്സ് ചെയ്യും. അപ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ വിസിലിടുന്നുണ്ട്. അങ്ങനെ കുറച്ച് വിസിലൊക്കെ അവിടെ ഇട്ടിട്ടെ. അപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യാണ്, ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഗൈസ് ഇനി നമ്മൾ ഇതിലോട്ടേക്ക് ബ്രൗൺ കളറായിട്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ചെടുക്കുകയാണ്. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പാകത്തിനുള്ള. ഇത് മൂടി വെക്കുക. വെള്ളം തിളയ്ക്കുമ്പോൾ നമ്മൾ അരി ഇട്ട് കൊടുത്തു. നമ്മളുടെ വിസിൽ ഇതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് തുറന്നു ഗൈസ്. തുറന്നിട്ടാകുമ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ ഇനി ഇതിലോട്ടേക്ക് നമുക്ക് മുളകൊക്കെ ഇടാം. പിന്നെ ഞാനിവിടെ എടുക്കുന്നത് മുളക് പൊടിച്ചതും പിന്നെ നമ്മളുടെ മല്ലിപ്പൊടിയും മുളക് പൊടിയുമാണ് ഗൈസ്. എന്നിട്ട് നമ്മൾ അരച്ച ഇതില്ലേ, നമ്മൾ ഫസ്റ്റ് അരച്ച അതും ഇട്ടിട്ട് കുറച്ച് കസൂരി മെത്തി ഇട്ടിട്ട് നമ്മൾ ഇതിനെ മിക്സ് ചെയ്യാണ്. പിന്നെ നമ്മൾ കുറച്ച് മല്ലികളും കൂടി ഇടുന്നുണ്ട് ഗൈസ്. പിന്നെ നമ്മൾ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളിങ്ങനെ ആയിട്ട് വരും. പിന്നെ അത് കുറച്ച് സമയം ഇങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കാം ഗൈസ്. നമ്മളുടെ ഒരു കുത്തൊക്കെ പോകുന്ന ആ ടൈമോളും പിന്നെ നമ്മൾ കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം അത് വെക്കാം. നമ്മളുടെ ഒരു കുത്തൊക്കെ പോണ്ടേ, അത് അങ്ങനെ വയ്ക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കി റെഡിയാക്കാം. നമ്മൾ അരി ഇട്ടിട്ട് വെച്ചിട്ട് ഇപ്പം കുറച്ച് ഡെക്കറേഷനൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ നെയ്യ് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ആക്കി എടുത്തിട്ടാകുമ്പോൾ നമ്മൾ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മൾ പ്ലേറ്റിലോട്ടേക്ക് ഇത് സെർവ് ചെയ്യുന്നു, കഴിച്ചു നോക്കുന്നു ഗൈസ്. നല്ല ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ അനിയൻ്റെ ഇത് ഇങ്ങനെ കേട്ടോ. പിന്നെ ഗൈസ് രാത്രി ഇപ്പോൾ ഫുഡ് കൊണ്ടുവച്ചതാണ്. അപ്പോൾ നല്ല സ്പൈസി അൽഫാമും പൊറോട്ടയാണ് ഗൈസ് ഉണ്ടായത്. അപ്പോൾ അത് തിന്നിട്ടാകുമ്പോൾ ഇന്നത്തെ ഡേ കഴിഞ്ഞു ഗൈസ്. അപ്പോൾ എന്നെ പോയിട്ട് കിടന്നിട്ട് ഉറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ. പിന്നെ ഗൈസ് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും മറക്കരുത്.